ഇന്നലെ നമ്മൾ ചർച്ച ചെയ്ത ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് നമ്മൾ വീണ്ടും പോകുന്നത്. ഇന്നലെ തിരുവനന്തപുരത്ത് ഈ പരുത്തിക്കുഴി വനമേഖലയിലെ ആദിവാസികൾക്ക് നൽകിയിരിക്കുന്ന ഭൂമിയിൽ ആദിവാസികളുടെ മറവിൽ വ്യാപകമായ പൗൾട്രി ഫാമുകൾ നടത്തുന്നതായുള്ള വാർത്ത ന്യൂസ് 18 പുറത്തുവിട്ടിരുന്നു. ഇതിന് പിന്നിൽ പക്ഷേ വനം വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ ചില ഗൂഢനീക്കങ്ങളും ഇതിന് പിന്നിലുണ്ട് എന്ന ചില പുതിയ തെളിവുകൾ കൂടി ന്യൂസ് 18 പുറത്തുവിടുകയാണ്. തിരുവനന്തപുരം പരുത്തിക്കുഴി വനമേഖലയിലെ അനധികൃത പൗൾട്രി ഫാമുകൾക്കെതിരെ നടപടിയെടുത്ത ഉദ്യോഗസ്ഥനെതിരെ ആസൂത്രിതമായ നീക്കം നടന്നു എന്നതാണ് ആക്ഷേപം. റേഞ്ച് ഓഫീസർ സുധീഷിനെ കൈക്കൂലി വാങ്ങി എന്ന പേരിൽ സസ്പെൻഡ് ചെയ്തത് വ്യാജ പരാതികളുടെയും വ്യാജ മൊഴികളുടെയും അടിസ്ഥാനത്തിലാണെന്നതിന്റെ തെളിവുകൾ ന്യൂസ് 18 ലഭിച്ചു. നിർബന്ധിച്ച് മൊഴി എഴുതി വാങ്ങിക്കുകയായിരുന്നുവെന്ന് ഫോറസ്റ്റ് വാച്ചറും വെളിപ്പെടുത്തി. വ്യാജ പരാതിക്ക് പിന്നിൽ കൺട്രോൾ റൂം റേഞ്ച് ഓഫീസർ രഞ്ജിത്താണെന്നും DFOയ്ക്ക് പരാതി ലഭിച്ചിട്ടുണ്ട്. തോക്ക് ലൈസൻസിന് അപേക്ഷിച്ച യുവാവിൽ നിന്നും വ്യാജമായി പരാതി എഴുതി വാങ്ങിക്കുകയായിരുന്നു. എന്നാൽ റേഞ്ച് ഓഫീസർ കൈക്കൂലി വാങ്ങിയിട്ടില്ലെന്ന് ലൈസൻസിന് അപേക്ഷിച്ച സനോജ് എന്ന വ്യക്തി ന്യൂസ് 18നോട് പറഞ്ഞു. സുധീഷ് സാറാണ് എൻ്റെ നിന്ന് കൈക്കൂലി വാങ്ങിയെന്ന് പറഞ്ഞിട്ടുള്ള ആരോപണം ഉന്നയിച്ചാണ് പുള്ളിക്കാരനെ സസ്പെൻഡ് ചെയ്തത്. ഈ സസ്പെൻഷൻ ഓർഡർ വന്നപ്പോഴാണ് ശരിക്കും ഞാൻ അറിയുന്നത് എൻ്റെയും കൂടെ പേര് വെച്ചിട്ടാണ് സസ്പെൻഷൻ കൈക്കൂലി വാങ്ങി സസ്പെൻഷൻ ആയെന്ന് അറിഞ്ഞത് തന്നെ. പക്ഷേ അങ്ങനെ കൈക്കൂലി ഞാൻ കൊടുത്തിട്ടുമില്ല, പുള്ളിക്കാരന് അങ്ങനെ എൻ്റെ നിന്ന് കൈക്കൂലി ചോദിച്ചിട്ടുമില്ല. ഇതൊക്കെ എല്ലാം ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ എൻ്റെ ഒരു ട്രെയിനറായ അനിൽ കൗശിക് എന്ന് പറഞ്ഞ പുള്ളിക്കാരനാണ് എന്നെ ഈ പറഞ്ഞ രഞ്ജിത്ത് എന്ന് പറഞ്ഞൊരു ഫോറസ്റ്റ് ഒരു ഉദ്യോഗസ്ഥനെ പരിചയപ്പെടുത്തി. അങ്ങനെയാണ് പുള്ളിക്കാരനാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെ ഒരു നിങ്ങളൊരു പരാതി സ്റ്റേറ്റ്മെൻറ്റായിട്ട് കൊടുത്താൽ മതി. ഞാൻ പറഞ്ഞു കൈക്കൂലി ചോദിച്ചിട്ടില്ല, ഒരു ദീപു എന്ന് പറഞ്ഞ ഡ്രൈവർ മാത്രമേ വിളിച്ചു. അതും സാധാരണ വെരിഫിക്കേഷന് വരുമ്പോൾ നോർമലി ചോദിക്കുന്ന ഒരു എമൗണ്ട് മാത്രമേ അങ്ങനെ ചോദിച്ചിട്ടുള്ളൂ. അത് ഞാൻ കൊടുത്തിട്ടുമില്ല, അവർക്കും പൈസയൊന്നും ഞാൻ കൊടുത്തിട്ടില്ല എന്ന് പുള്ളിക്കാരൻ്റെ അടുത്ത് പറഞ്ഞതാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് വെറുതെ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്, കുഴപ്പമില്ല ഒന്ന് ഒപ്പിട്ടാൽ മതി, കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാനത് ഒപ്പിട്ട് കൊടുത്തത്. പിന്നീടാണ് ഈ സസ്പെൻഷൻ ആയപ്പോഴാണ് ഞാൻ അറിയുന്നത് ഞാൻ കൊടുത്ത പരാതിയിലാണ് പുള്ളിക്കാരന് എൻ്റെ പരാതിയും കൂടെ ഉള്ളതുകൊണ്ടാണ് സസ്പെൻഷൻ ഓർഡർ ആയെന്നുള്ളത് ഞാൻ അറിയുന്നത് തന്നെ. യെസ്, അതാണ് സാഹചര്യം. എന്തായാലും ഈ ഉദ്യോഗസ്ഥ തലത്തിലും വലിയ തരത്തിൽ ഇക്കാര്യത്തിൽ ഇടപെടൽ നടന്നിരുന്നു എന്ന് മനസ്സിലാക്കുന്നതാണ് ഈ കാര്യം. ഒപ്പം ഈ പൗൾട്രി ഫാമുകൾക്കെതിരെ നടപടിയെടുത്ത ഉദ്യോഗസ്ഥരെ കൊടുക്കാനും വകുപ്പിനുള്ളിൽ തന്നെ ശ്രമങ്ങൾ നടന്നു എന്ന തെളിവുണ്ട്. കാരണം ഇന്നലെ തന്നെ ഈ വാർത്ത പുറത്തുവിടുമ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെയാണ് ഇത്തരത്തിൽ സർക്കാർ വനഭൂമിയിൽ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് അനുമതി കൊടുക്കുന്നത്. അവരുടെ മൗനാനുവാദമുണ്ട്. ഒപ്പം തന്നെ അവരുടെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഇതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്നുണ്ടോ എന്ന തെളിവുകളും നമ്മൾ പുറത്തുവിട്ടിരുന്നു. VV അരുൺ നമുക്കൊപ്പം ചേരുന്നു. അരുൺ, ഈ സനോജ് എന്ന വ്യക്തി പറയുന്നത് തന്നെ കൊണ്ട് നിർബന്ധിതമായി പരാതി എഴുതി വാങ്ങിച്ചു എന്നതാണ്. അതായത് ഈ പൗൾട്രി ഫാം നടത്തിപ്പിന് പിന്നിൽ അതല്ലെങ്കിൽ അതിനെ ചെറുക്കുന്നവർക്കെതിരെ വലിയ തരത്തിലുള്ള നീക്കം നടക്കുന്നു എന്നതാണോ ഈ വകുപ്പിൽ നടക്കുന്ന ഒരു കാര്യം, വനവകുപ്പിൽ നടക്കുന്ന കാര്യം? എന്ന് വേണം കരുതാൻ. കാരണം പൗൾട്രി ഫാം നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്ത വാർത്തയിൽ തന്നെ പറയുന്ന പൈനാപ്പിൾ തോട്ടങ്ങളുണ്ട്. അതായത് നാരകത്തിൻകാല ആദിവാസി സെറ്റിൽമെന്റും മറ്റും പുറത്തുള്ള ആളുകൾ പൈനാപ്പിൾ തോട്ടങ്ങളും പൗൾട്രി ഫാമുകളും നടന്നു. അത് വലിയൊരു കോക്കസ് ഇതിന് പിന്നിലുണ്ട്. ഇതിൽ നാരകത്തിൻകാലയിലാണ് ചില പൗൾട്രി ഫാമുകൾ പൂട്ടിയത്. കുത്തപ്പാറയിലും അതുപോലെ പൂട്ടാൻ നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ അതൊക്കെ വീണ്ടും തുറന്നു പ്രവർത്തിക്കുന്ന അവസ്ഥയിലാണ്. അതിന് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥരാണ് ഈ റേഞ്ച് ഓഫീസർ സുധീഷ് കുമാർ. അദ്ദേഹത്തിനെതിരെയാണ് ഇപ്പോൾ ഇത്തരമൊരു സസ്പെൻഷൻ നടപടി കഴിഞ്ഞ ഈ അനധികൃത ഫാമുകൾക്കെതിരെയും മറ്റും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ വലിയൊരു കോക്കസിൽ പ്രവർത്തിക്കുന്നു. അവർക്കെതിരെ നീങ്ങിയതിനുള്ള പ്രതികാര നടപടിയാണ് ഇത്തരം സസ്പെൻഷനിലേക്ക് കാര്യങ്ങൾ പോയതെന്നാണ് ഇപ്പോൾ ഫോറസ്റ്റ് തന്നെ ലഭിച്ചിരിക്കുന്ന പരാതി. ഫോറസ്റ്റ് ഉന്നതർക്ക് DFO അടക്കമുള്ളവർ ഒക്കെ ലഭിച്ചിട്ടുള്ള പരാതി ഈ ഇദ്ദേഹത്തിനെതിരെ ഇല്ലാത്ത പരാതി എഴുതി വാങ്ങുകയായിരുന്നു. ഈ പൗൾട്രി ഫാമുകൾ, അനധികൃത പൗൾട്രി ഫാമുകൾ സംസ്ഥാനത്തിന്റെ പല വനമേഖലകളിലും പ്രവർത്തിക്കുന്നു എന്നതാണ് ഞങ്ങൾ ഇന്നലെ ഈ വാർത്ത പുറത്തുവിട്ടതിന് ശേഷം ലഭിക്കുന്ന പല തെളിവുകളിൽ നിന്നും വ്യക്തമാവുന്നത്. വയനാടിന്റെ ചില മേഖലകളിലൊക്കെ സമാനമായി
ഇത്തരം പൗൾട്രി ഫാം, ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെയുള്ള പൗൾട്രി ഫാമുകൾ കാടിനുള്ളിൽ ആദിവാസികളുടെ സെറ്റിൽമെന്റ് ഏരിയയിലാണ് പ്രവർത്തിക്കുന്നത്. സാധാരണ രീതിയിൽ പൗൾട്രി ഫാമുകൾക്ക് ഈ ജനവാസ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നതിന് വലിയ നിയമ തടസ്സമുണ്ട്, അത്തരം പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അതിനെയൊക്കെ മറികടക്കുന്നതിന് വേണ്ടി വനമേഖലയിലേക്ക് ഇത്തരം ആളുകൾ ചേർന്നു. അതിന് വനവകുപ്പിൻ്റെ യാതൊരു തരത്തിലുള്ള പെർമിഷൻ ഇല്ല, സർക്കാരിൻ്റെ അനുമതിയില്ല. ഇതൊന്നുമില്ലാതെ ഈ വനമേഖലയിൽ ഇത്തരം അനധികൃതമായി പൗൾട്രി ഫാമുകൾ നടത്തുന്നു എന്നതാണ്. ഇത്തരം പൗൾട്രി ഫാമുകൾ എങ്ങനെ നടത്താം, അതിന് എന്ത് സഹായം ചെയ്യുന്നു എന്ന അത്തരം നടത്താൻ ശ്രമം നടത്തുന്ന ആൾക്കാരെന്ന ഒരു വ്യാജേനയാണ് ഞങ്ങളും ഈ വാർത്തയിലേക്ക് സമീപിച്ചത്. അങ്ങനെയാണ് ഇതിലേക്ക് എത്തുന്നത്. എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കും ഒപ്പം തന്നെ ചില പോലീസ് ഉദ്യോഗസ്ഥർക്കുമൊക്കെ അവരൊക്കെ ഇന്ന് കണ്ണടച്ചു തരും. അവർക്ക് ചില കൈമടക്ക് കൊടുത്താൽ കണ്ണടച്ചു തരും. അങ്ങനെ പൗൾട്രി ഫാമുകൾ വനത്തിനുള്ളിൽ ആർക്കും തുടങ്ങാം എന്നതാണ് തിരുവനന്തപുരത്തെ ഈ പരുത്തിപ്പള്ളി വനമേഖലയിലെ നിലനിൽക്കുന്ന സാഹചര്യം. അത്തരത്തിലാണ് ഈ വിഷയത്തിൽ പോകുന്നത്. അരുൺ, ഇന്നലെ നമ്മൾ ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷം വനം വകുപ്പിലെ മന്ത്രിയുടെ ഓഫീസോ മന്ത്രിയോ ഏതെങ്കിലും തരത്തിൽ ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ടോ? കാരണം സംസ്ഥാനത്ത് സംരക്ഷിത വനമേഖലയ്ക്കകത്താണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നത്. പല അർത്ഥങ്ങളിലും ഇത് അങ്ങേയറ്റം നിയമവിരുദ്ധമാണ്. ഇതിന് പുറമെയാണ് ഉദ്യോഗസ്ഥ തല കൂട്ടുകെട്ടും ഇതിന് പിന്നിലുണ്ട് എന്ന ആരോപണം. നേരത്തെ വനമന്ത്രിയുടെ ഓഫീസ് വിവരം ഇന്നലത്തെ അറിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട പ്രാഥമിക അന്വേഷണം ആരംഭിച്ചതായാണ് വിവരം. ഏതായാലും വളരെ ഗൗരവമുള്ള വിഷയമാണ്. വനത്തിനുള്ളിൽ വനത്തെ സംരക്ഷിക്കേണ്ട, വനവാസി സംരക്ഷിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് ഫോറസ്റ്റ് വകുപ്പ് തന്നെയാണ്, വനംവകുപ്പ് തന്നെയാണ്. അവിടെയാണ് അത്തരത്തിൽ ആദിവാസികൾക്കെതിരെയുള്ള നീക്കങ്ങൾ അല്ലെങ്കിൽ അവരെ കബളിപ്പിച്ചുകൊണ്ട് ചില വ്യക്തികൾ ഇടപെടൽ നടത്തുമ്പോൾ അതിനെ അനുകൂലിക്കാൻ അല്ലെങ്കിൽ അതിനെ ചോദ്യം ചെയ്ത ഉദ്യോഗസ്ഥർക്കെതിരെ പോലും ഇത്തരത്തിലുള്ള നടപടികൾക്ക് ഒരു സംഘം വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഒരു ഉദ്യോഗസ്ഥരുടെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ ഫ്ലൈയിംഗ് സ്ക്വാഡ് റേഞ്ച് ഓഫീസർ രഞ്ജിത്ത് ആണ് ഇത്തരത്തിൽ വ്യാജ പരാതികൾ, ഈ വാച്ചറുടെ മൊഴിയും അതുപോലെ തന്നെയാണ് സനോജ് എന്ന യുവാവ്, ലൈസൻസ് വാങ്ങാൻ സനോജ് യുവാവിന്റെ മൊഴിയും അതുതന്നെയാണ്. ഈ ഉദ്യോഗസ്ഥൻ വിളിച്ചു പറഞ്ഞ് പരാതികൾ എഴുതി വാങ്ങുകയായിരുന്നു. പിന്നീട് ഇത് ഈ ഉദ്യോഗസ്ഥരെതിരെയാണ്, റേഞ്ച് ഓഫീസർക്കെതിരെയുള്ള പരാതി എന്നതോടുകൂടി ഇവർ വനം വകുപ്പിന്റെ വിജിലൻസിനും അതുപോലെ തന്നെ DFOയ്ക്കും ഒക്കെ പരാതി നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ആ രീതിയിലും അന്വേഷണം നടക്കുകയാണ്. കോടതിയുടെ പരിഗണനയിലേക്ക് വിഷയം വൈകാതെ വരുമെന്ന സൂചനകൾ ലഭിക്കുന്നു. ഏതായാലും വലിയ ക്രമക്കേടുകൾ വനമേഖലകൾക്കെതിരെ നടക്കുന്നു. അതിന് ഒത്താശ ചെയ്യുന്നത് ഉദ്യോഗസ്ഥർ തന്നെ എന്നതിന്റെ തെളിവാണ് ഇപ്പോൾ ന്യൂസ് 18 പുറത്തുവിടുന്നത്. വലിയ തരത്തിലുള്ള ക്രമക്കേടുകൾ ഇത് ഒരുപക്ഷെ പലയിടത്തും സംസ്ഥാനത്തെ പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള ആദിവാസി ഭൂമി കയ്യേറ്റമുണ്ട്. ആദിവാസി ഭൂമിയുടെ ഇത്തരത്തിൽ അവരെ കബളിപ്പിച്ച് പാട്ടത്തിനെടുത്ത് കൃഷി നടത്തുന്നുണ്ട്. അത് വലിയ ലാഭം വലിയ സംഘങ്ങൾ കൊയ്യുന്നുണ്ട്. അതിനെല്ലാം ഒത്താശ ചെയ്യുന്നത് ഉദ്യോഗസ്ഥരാണ്, വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എന്നുള്ളതാണ് ഏറ്റവും ഗൗരവമുള്ള കാര്യം. അതാണ് അവിടെ നടക്കുന്ന സാഹചര്യം. അരുണ്, ഈ വിഷയത്തിൽ സംസ്ഥാനത്തിന്റെ ഇപ്പോൾ വയനാട് പോലെയുള്ള സ്ഥലങ്ങളിലും ഇത്തരം ക്രമക്കേടുകൾ നടക്കുന്നതായി നമുക്കറിയാനാവുന്നുണ്ട്. എന്ന് പറഞ്ഞതുപോലെ തിരുവനന്തപുരത്തിന്റെ മറ്റു മേഖലകളിലോ അല്ലെ സംസ്ഥാനത്തിന്റെ ഏതെങ്കിലും മേഖലകളിലുണ്ടോ? കാരണം ഈ വനമേഖലയിൽ അനുമതിയില്ലാതെ കടന്നു കയറുന്നത് പോലും അങ്ങേയറ്റം നിയമവിരുദ്ധമാണ്. ഇതിന് പുറമെയാണ് ഇങ്ങനെ കയറി ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്ന സാഹചര്യം. ഇതാവട്ടെ വലിയ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയാണ് വനത്തിനുള്ളിൽ ഇത്തരം അനധികൃത പൗൾട്രി ഫാമുകളായാലും മറ്റ് കൃഷിയിടങ്ങളായാലും മറ്റ് നീക്കങ്ങളായാലും നിർമ്മാണ പ്രവർത്തനങ്ങളായാലും ഒക്കെ നടക്കുന്നത്. അപ്പോൾ ഇത് വനം വകുപ്പ് ഇത് അറിയുന്നില്ല എന്ന അവരുടെ വാദത്തെ നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്നതാണോ? ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. കാരണം എല്ലാ തലത്തിലും വനംവകുപ്പ്, എല്ലാ തലത്തിലും വനംവകുപ്പിന്റെ അനുമതിയോടുകൂടി തന്നെ ഇക്കാര്യങ്ങൾ നടക്കുന്നത്. അവിടെ അവർ ഇന്നലെ ഞാൻ വളരെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരോട് വാർത്ത വന്ന ശേഷം ഇക്കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് ഞങ്ങൾക്കുമൊക്കെ അറിയാവുന്ന കാര്യമാണ്, പക്ഷേ ഇടപെടാൻ ചില പരിമിതിയുണ്ട്. കാരണം ആദിവാസികളുടെ പേരിലായിരിക്കും പലപ്പോഴും ഇതിന്റെ ലൈസൻസും മറ്റും അവരുടെ പേര് പറഞ്ഞുകൊണ്ട് പുറത്തുള്ള ഇടപെടലാണ്. അവിടെയാണ് ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം. സ്വാഭാവികമായും അത് കണ്ടെത്തേണ്ടത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെയാണ്. അവർ കൂടി ഇവർക്ക് ഒത്താശ ചെയ്യുമ്പോൾ ഈ ആദിവാസികളുടെ പേരിലുള്ള അവരെ കബളിപ്പിച്ചുകൊണ്ടുള്ള ഇത്തരം ഫാമുകൾ ഇനിയും യഥേഷ്ടം പ്രവർത്തിക്കും. പഞ്ചായത്തും ചില ഉദ്യോഗസ്ഥരും മാത്രം മുൻകൈ എടുത്താൽ ഇത് എന്നേക്കുമായി പൂട്ടിപ്പോകാൻ കഴിയില്ല. അങ്ങനെ പൂട്ടിയ ചില ഫാമുകൾ കൂടി നമ്മൾ ഈ കുട്ടപ്പാറയിൽ തന്നെ കണ്ട ഒരു ഫാം അവിടെ ഒരു മാസം മുമ്പ് പൂട്ടിയതാണ്. പക്ഷേ അതിന്റെ ഉടമകൾ നമ്മോട് പറഞ്ഞത് നമ്മളും ഈ ഫാം തുടങ്ങാൻ അനുമതി തേടിയാണ് സ്വാഭാവികമായും ആ പേര് പറഞ്ഞാണ് പോയത്. അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് വരണം, ഒരു പ്രശ്നവുമില്ല, ഇവിടെ ഞങ്ങൾ പൂട്ടിയെങ്കിലും ഞങ്ങൾ തുടങ്ങും, നേരത്തതിനും ശക്തമായി തന്നെ തുടങ്ങാനുള്ള തീരുമാനമുണ്ട്. അതിന്റെ ഭാഗമായി അവിടെ ഞങ്ങൾ ചെല്ലുമ്പോൾ കണ്ടത് അവിടുത്തെ മാലിന്യങ്ങളൊക്കെ കോഴി വേസ്റ്റൊക്കെ മാറ്റുന്ന നടപടികളാണ്. വൈകാതെ വലിയ രീതിയിൽ തുടങ്ങുമെന്ന് അവർ പരസ്യമായി തന്നെ പറയുമ്പോൾ എത്രത്തോളം ആത്മവിശ്വാസമുണ്ട് അവർക്ക്? ആരാണ് ഈ ആത്മവിശ്വാസം നൽകുന്നത്? അവർ വെള്ളനാടുള്ള ഒരു
ആളുകളാണ്, ഒരു സംഘം ആളുകളാണ്. അങ്ങനെ ജില്ലയുടെ പല ഭാഗങ്ങളിലുമുള്ള ആളുകൾ വനത്തിനുള്ളിലേക്ക് കടന്നു കയറി ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടുകൂടി ആദിവാസികളെ മറയാക്കി അവരെ കബളിപ്പിച്ചുകൊണ്ട് ഫാമുകൾ നടത്തുകയാണ്. ഇതിൽ ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഇടപെടൽ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും പ്രതികാര നടപടികളുമായി മുന്നോട്ട് പോകും. സർക്കാർ തലത്തിൽ വേണം ഇതിൽ കാര്യമായ ഇടപെടൽ ഉണ്ടാകേണ്ടത്. ആദിവാസികളുടെ വനമേഖല താമസ അവകാശങ്ങൾ സംരക്ഷിക്കേണ്ട ബാധ്യത കൂടി സർക്കാരിനുണ്ട്. ഇത്തരത്തിൽ കള്ളരേഖകൾ തയ്യാറാക്കി ആദിവാസികളുടെ ഒപ്പിട്ട് വാങ്ങി അവരാണ് നടത്തുന്നത് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ നമുക്കറിയാം. നാരകത്തിൻ കാലയൊക്കെ കഴിഞ്ഞ വർഷങ്ങൾക്ക് മുമ്പ് വാർത്തയായത്, ഏതാണ്ട് 1.5 വർഷം വാർത്തയായത് അവിടെ ഒരു പെൺകുട്ടിക്കുണ്ടായ ദുരൂഹ മരണമാണ്. അവിടെ വന്ന് കാരണമായത് പുറത്തെത്തിയുള്ള ചിലരുടെ സാന്നിധ്യമാണ്. ആ പെൺകുട്ടിയുടെ ആത്മഹത്യയിലേക്ക് വരെ നയിക്കാനിടയായ ചില കാര്യങ്ങളുണ്ട്. അത്തരത്തിൽ ആളുകൾ കടന്നു കയറുമ്പോൾ ഈ ഇത്തരത്തിലുള്ള സാമ്പത്തിക വിഷയത്തിന് അപ്പുറത്തേക്ക് ആദിവാസികളുടെ ജീവിതത്തിലേക്ക് അവർക്ക് പരിചയമല്ലാത്ത ആളുകൾ കടന്നു കയറി പല രീതിയിൽ അവരെ ദുരുപയോഗം ചെയ്യുന്നുണ്ട്. അതുകൂടി വിഷയമായി ചേർത്ത് വായിക്കേണ്ടതാണ്. നാരകത്തിൻ കാല എന്ന സെറ്റിൽമെന്റ് പറഞ്ഞതാണ് നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്ത വാർത്തയും കൂടിയാണ്. അത്തരത്തിൽ ആളുകൾ പുറത്തുള്ള ആളുകൾ കടന്നു കയറുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന മറ്റു ചില പ്രശ്നങ്ങൾ കൂടി, സാമൂഹ്യ പ്രശ്നങ്ങൾ കൂടി ഇതിന് പിന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാരാണ് കൃത്യമായി ഇക്കാര്യത്തിൽ ഇടപെടേണ്ടത്. യെസ്, അതാണ് അരുൺ സൂചിപ്പിച്ചതുപോലെ ഈ സർക്കാർ തലത്തിൽ വലിയ ഇടപെടൽ ഉണ്ടാവണം. സംരക്ഷിത വനമേഖലയ്ക്കകത്ത് നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്നതിനപ്പുറം പൗൾട്രി ഫാമുകൾ ഉണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളും ചെറുതല്ല. സർക്കാരിന് കണ്ണടയ്ക്കാനാവില്ല. വനവകുപ്പിന്റെ ഉദ്യോഗസ്ഥരുടെ കൃത്യമായ ഒത്താശ ഇതിന് പിന്നിലുണ്ട് എന്നതാണ് സാഹചര്യം. ഒപ്പം തന്നെ നടപടിയെടുക്കുന്ന ഉദ്യോഗസ്ഥരെ കള്ളക്കേസിൽ കൊടുക്കുക പോലെയുള്ള നീക്കങ്ങൾ വനംവകുപ്പിന് ഉദ്യോഗസ്ഥ തലങ്ങൾക്കിടയിൽ തന്നെ നടക്കുന്നു എന്നതാണ് ഇന്ന് ഞങ്ങൾ പുറത്തുവിടുന്നത്.